വചനമൊഴി ഏപ്രിൽ 12. വചനഭാഗം സ്ലീഹന്മാരുടെ നടപടി 20, 22, 38. യോഹന്നാന്റെ സുവിശേഷം 12, 1, 8. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബെഥാനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുൻപ് ഈശോ വന്നു. അവർ അവന് അത്താഴം ഒരുക്കി. മർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരാൾ ലാസറായിരുന്നു. അപ്പോൾ മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധതൈലമെടുത്ത് ഈശോയുടെ പാദങ്ങളിൽ പൂശുകയും തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാൻ ഇരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാരയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ഇതു പറഞ്ഞത് അവന് ദരിദ്രനോട് പരിഗണനയുണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവൻ കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തു മാറ്റിയിരുന്നതുകൊണ്ടുമാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, അവരെ തടയേണ്ട. എന്റെ മൃതസംസ്കാരത്തിനായി അവൾ അത് ചെയ്തിരിക്കുന്നു. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുകയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ പെസഹായിക്ക് 6 ദിവസം മുമ്പ് ബെഥാനിയയിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത്. മിശിഹ തന്റെ ജീവൻ സ്വയം സമർപ്പിക്കുവാൻ വേണ്ടി ജെറുസലേമിലേക്ക് വന്ന അവസരമാണ്. 6 ദിവസം മുമ്പ് ബെഥാനിയയിലെത്തുന്നു. ജെറുസലേമിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരം മാത്രം ഉള്ള സ്ഥലമാണ് ബെഥാനിയ. അവിടെയാണ് ലാസറിന്റെ ഭവനം. അവിടെ ഈശോയുടെ സ്നേഹിതന്മാരുണ്ടായിരുന്നു. ഈശോ അവിടെ വന്നപ്പോൾ പെസഹായിക്ക് 6 ദിവസം മുൻപ് എന്ന് പറയുമ്പോൾ പെസഹായുടെ ആഴ്ചയിൽ തന്നെയാണ് അവര് ഒരു വിരുന്നൊരുക്കി. പെസഹായിക്ക് 7 ദിവസങ്ങളിൽ പെസഹാ തിരുനാള് ഒരുക്കമായിട്ട് അവര് ആഘോഷങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ വിരുന്നുകൾ എല്ലാ ദിവസങ്ങളും തന്നെ ഒരുക്കും. സ്നേഹിതന്മാരൊക്കെ ഒന്നിച്ചുകൂടി വിരുന്ന് കഴിക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ട് മിശിഹ വന്നപ്പോൾ ആ പെസഹായോടനുബന്ധിച്ച് തന്നെയുള്ള ഒരു വിരുന്നിന്റെ ഭാഗമായിട്ട് അവരും ഒന്നിച്ച് ഭക്ഷിക്കുന്നു. ഈശോ തന്റെ സ്നേഹിതരോടുകൂടി ആയിരിക്കുകയാണ്. ആ അവസരത്തിലാണ് ലാസറിന്റെ സഹോദരി മറിയം ഈശോയുടെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശി അവിടുത്തെ പാദങ്ങൾ കഴുകുന്നത്. ഇത് കണ്ട് യൂദാസ് കറിയോത്ത ചോദിക്കുന്നു, എന്തിനാണ് ഈ പാഴ്ചെലവ്? ഇത് 300 ദനാർക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ മേലായിരുന്നു. ഈശോ പറഞ്ഞു, അവളെ തടയേണ്ട. ഇത് എന്റെ മൃതസംസ്കാരത്തിനുള്ള ഒരു ഒരുക്കമാണ് എന്നാ പറഞ്ഞത്. മിശിഹായുടെ പക്കലുള്ള ഒരു സമർപ്പണമാണ്. യൂദാസ് ഒരു കുപ്പി നാർദീൻ തൈലത്തിന് 300 ദനാറ നിശ്ചയിച്ചവൻ പിന്നീട് തന്റെ ഗുരുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുക്കുന്നുണ്ട്. ഭൗതിക വസ്തുക്കൾക്ക് തങ്ങളുടെ ഗുരുവിനേക്കാൾ വില നിശ്ചയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളെ പോലെ മനുഷ്യന് വില നിശ്ചയിക്കുമ്പോൾ ദൈവത്തിന്റെ ചൈതന്യം അവനിൽ നഷ്ടപ്പെടുകയും പിശാച് അവനിൽ ആവസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിശാച് ആവസിക്കുമ്പോഴാണ് ഗുരുവിനെ തള്ളിപ്പറയുവാൻ, ഈശോയെ തള്ളിപ്പറയുവാൻ സാധിക്കുന്നത്. മറ്റെല്ലാറ്റിനേക്കാൾ ഉപരിയായി കർത്താവിന്റെ പക്കൽ ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിന്റെ പക്കൽ നടത്തുന്ന ശുശ്രൂഷ അത് എളിയവരെയും ദരിദ്രരെയും വേണ്ടെന്ന് വെക്കുവാനല്ല, എപ്പോഴും കൂടെയുള്ള എളിയവരോടും ദരിദ്രരോടും അനാഥരോടും ചെയ്യേണ്ട കടമകൾ ചെയ്തുകൊണ്ട് തന്നെ തമ്പുരാന് നൽകേണ്ട ശുശ്രൂഷ നടത്തണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമ്മുടെ നോമ്പ് ആചരണങ്ങളിലൂടെയും ഭക്തകൃത്യങ്ങളിലൂടെയും നാം കർത്താവിനെ ശുശ്രൂഷിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവൃത്തികളിലൂടെ ദരിദ്രരിലേക്കും അനാഥരിലേക്കും ആരുമില്ലാത്തവരിലേക്കും കടന്നു ചെല്ലുവാനായിട്ടും കൂടി പരിശ്രമിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദരിദ്രർ എപ്പോഴും കൂടെയുണ്ട്. എപ്പോഴും കൂടെയുള്ള ദരിദ്രർക്ക് നൽകുവാനുള്ളത് നൽകുവാനും ഈ നോമ്പാചരണം നമ്മെ പ്രചോദനപ്പെടുത്തണം, നമ്മെ പ്രേരിപ്പിക്കണം. ഉത്ഥാനത്തിൻ്റെ സന്തോഷം, ഉത്ഥാനത്തിൻ്റെ മഹത്വം, ഉത്ഥാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കുവാൻ എല്ലാവർക്കും ഇടവരുത്തുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.